നമസ്കാരം. തിരുവനന്തപുരത്തെ ട്രാഫിക് പരിഷ്കരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സ്കൈ വേകൾ കൂടുതൽ കൊണ്ടുവരുമെന്നാണ് വി രാജേഷ് മേയർ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പക്ഷേ വി രാജേഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സ്കൈ വേകൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റ് ഫോർട്ടിലൊരു സ്കൈ വേ ഉണ്ട്. അവിടെ സെൽഫി എടുക്കുന്ന പുതിയ പിള്ളേരല്ലാതെ ഒരു മനുഷ്യൻ അതിൻ്റെ മണ്ടയിൽ കയറത്തില്ല. അവിടെ അത് പണിത് വച്ചിരിക്കുന്നത് അങ്ങനെ നടക്കാനാണെന്നുള്ളൊരു ബോർഡ് പോലും അവിടെ ഇല്ല. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി കയറി നടക്കണം, ട്രാഫിക് ഒഴിവാക്കണം, ജാം ഒഴിവാക്കണം, അപകടം ഒഴിവാക്കണം, സ്വന്തം ജീവൻ രക്ഷിക്കണമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് പോലും അവിടെ ഇല്ല. ഒരു അനൗൺസ്മെൻറ്റ് നടക്കണ്ടേ? കാൽനട യാത്രക്കാർ നിർബന്ധമായി ഫ്ലൈ ഓവറിനകത്ത് ഈ സ്കൈ വേക്ക് അവിടെ മുകളിൽ കൂടെ പോകണം, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ബോർഡ് വെക്കണ്ടേ? യഥാർത്ഥത്തിൽ അവിടെ വച്ചിരിക്കുന്നത് എന്താണ്? നല്ലൊരു പരസ്യ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ പരസ്യ ബോർഡ് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് പരസ്യ ബോർഡ് വെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസമില്ല. അപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് അവിടെയും പട്ടത്ത് നിങ്ങൾ ഒരു 3-3:30 മണി 2:30-3 മണിക്ക് മേയർ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പോലീസ്, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ്, മറ്റൊരാൾ ചെയ്താൽ നമുക്ക് സഹിക്കാം, ട്രാഫിക് പോലീസ്, ട്രാഫിക് വാർഡന്മാരുണ്ടല്ലോ, ഈ TW എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ട്രാഫിക് വാർഡന്മാർ, പിന്നെ ട്രാഫിക് പോലീസ് വെള്ളമുടുപ്പിട്ട കാക്കിയിട്ടിട്ടുള്ള പോലീസുകാരന്മാർ, ചില SI റാങ്കിലുള്ളവരും ചിലപ്പോൾ അവിടെ വരും ചില ദിവസങ്ങൾ. എവർ നിന്നാണ് ഈ സ്കൈ വേ ഉള്ളപ്പം റോഡിൽ കൂടെ മക്കളെ പറഞ്ഞു വിടുന്നത്? കൊച്ചു പിള്ളേർ എന്താണ് പഠിച്ച് വളരുന്നത്? മുഴുവൻ പേരെയും സ്കൈ വേയിൽ കൂടെ കയറി ഇറങ്ങാൻ പറയണം. അപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് പേര് ഇതിലേ ഓടും, കുറച്ച് പേര് സ്കൈ വേ കൂടെ ഓടും. പഴയതുപോലെ തന്നെ പട്ടത്ത് സെൻറ്റ് മേരി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. ഇത് പരിഹരിക്കാൻ എന്താണ് മേയറുടെ കയ്യിൽ പരിപാടിയുള്ളത്? 2 വിഷയം മേയർ ശ്രദ്ധിക്കണം. അടിയന്തരമായി മേയർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഞാൻ ഈ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്തെ സ്കൂളുകളിൽ, അതായത് 100 വാർഡിൽ സ്കൂളുകളുണ്ടല്ലോ, സർക്കാർ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, അംഗനവാടികളുണ്ട്, ക്രഷുകളുണ്ട്. അതായത് 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന എല്ലാ സ്ഥലവും, +2 വരെയുള്ള 3 വയസ്സിന് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെ കോളേജ് വിട്ടേക്കുക. കുട്ടികളെ പിടിക്കണം. അവർക്ക് ട്രാഫിക് പരിഷ്കാരങ്ങളെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ട്രാഫിക്കിന് വേണ്ടി എന്തൊക്കെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെ പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്രാക്ടിക്കലായിട്ടുള്ള, റോഡിൽ ഇറക്കി നിർത്തുകയല്ല ചെയ്യേണ്ടത്, പ്രാക്ടിക്കലായിട്ടുള്ള സിലബസ് ഉണ്ടാക്കി അവരെ പഠിപ്പിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലമായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിചാരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റും. മാലിന്യ സംസ്കരണത്തിനും വലിച്ചെറിയുന്ന ഒരു കൾച്ചറുണ്ട് നമുക്ക്. 2 കാര്യത്തിൽ ചെയ്താൽ മതി, വേറെ ഒരുപാട് കാര്യമൊന്നും ചെയ്യേണ്ട. ഈ വിദ്യാഭ്യാസം, ഒന്ന്, മാലിന്യത്തിൽ വലിച്ചെറിയുന്നൊരു സംസ്കാരം. ഡസ്റ്റ്ബിൻ വെച്ചിരുന്നാൽ അവിടെ കൊണ്ടിടും, അതിനകത്തിടൂല, അതിൻ്റെ താഴെ വേണമെങ്കിൽ ഇട്ടിട്ട് പോകും. വളരെ രസകരമാണ്. അതുപോലെ റോഡിൻ്റെ കാര്യത്തിൽ ഇതിൽ നിങ്ങൾ ചൈനയുടെയും ജപ്പാൻ്റെയും ഫിൻലാൻഡിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസത്തിൻ്റെ രാജേഷിന് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിനകത്ത് തന്നെ ഒരു ബസ് പോലെ കുട്ടികളെ കൊഞ്ച് ചിന്തിപ്പിക്കും. ബസ് ഉണ്ടാക്കത്തൊന്നുമില്ല, പക്ഷെ ക്ലാസ് റൂം ഒരു ബസ്സാണെന്ന് സങ്കല്പിക്കും. എന്നിട്ട് ഒരു പാവ, ഞാൻ സാന്ദർഭികമായിട്ടൊക്കെ പറയാം, ഒരു പാവയെ കുഞ്ഞിനെ പോലെ ആക്കി, ഈ കുട്ടിയോട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെക്കാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അത് അമ്മയാണെന്ന് സങ്കല്പിക്കാൻ പറഞ്ഞിട്ട് ബാക്കി കുട്ടികളോട് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അവിടെ ഇരിക്കുന്ന കർച്ചീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി തോളിലൊക്കെ എടുത്തിട്ട് കൊടുത്ത് അമ്മ മോഡലാക്കും. സാരിയല്ല, വേറെ അവിടുത്തെ ഡ്രസ്സിൻ്റെ മോഡലാക്കിയിട്ട് ഈ പാവയെ കയ്യിൽ വെച്ചുകൊണ്ട് ബസ്സിൽ കയറുന്ന പോലെ കാണിക്കുമ്പോൾ ബസ്സിൽ ബാക്കി കുറച്ച് പേര് ഇരിക്കുകയാണ് കുട്ടികൾ, യാത്രക്കാർ. ഈ തല കാണുമ്പോൾ തന്നെ യാത്രക്കാർ പലരും എണീറ്റ് കൊടുക്കും. ഇത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 4ാം ക്ലാസ്സിലെ പിള്ളേരെ, 5ാം ക്ലാസ്സിലെ പിള്ളേരെ ഇത് പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ട്രാഫിക് നിയമങ്ങളും പിന്നെ അതുപോലുള്ള മോറൽ വാല്യൂസും എത്തിക്കൽ വാല്യൂസും ട്രാഫിക് എത്തിക് വാല്യൂസും ഒക്കെ പഠിപ്പിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗണേഷുമായിട്ട്, ഇപ്പം നല്ല മച്ചാമച്ചയായല്ലോ, ഗണേഷുമായി മന്ത്രിയുമായി ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു സിലബസ് ഉണ്ടാക്കി തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും നിർബന്ധം ഇതൊരു അഡീഷണൽ ക്ലാസ്സായിട്ട് വയ്ക്കുക. അതൊരു പ്രോജക്റ്റായിട്ട് വയ്ക്കണം. റിസോഴ്സ് പേഴ്സൺമാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 സ്ഥലത്തേക്കായിട്ട് ഒരു 10-100 പേരെ തന്നെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. 100 പേരെ ട്രെയിൻ ചെയ്യാം റിസോഴ്സ് പേഴ്സൺമാരായിട്ട്. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല ബുക്ക്ലെറ്റ് കൊടുത്തുകൊണ്ട് ഒരു പൗരധർമ്മ വിദ്യാഭ്യാസം തിരുവനന്തപുരത്ത് നടത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ സ്കൈ വേ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ കൃത്യമായിട്ട് അതിനകത്ത് കയറും, മുതിർന്നവർ കയറും. അവിടെ കുറേ ദിവസമെങ്കിലും വാർഡനെ ഇടണം.
അതിൻ്റെ ചുറ്റും നടക്കുന്ന ആളുകളെ ഒരു കാരണവശാലും റോഡ് ക്രോസ് ചെയ്യുന്നവരെ, അതായത് ഒരു വാർഡൻ നിന്നാൽ വാർഡൻ്റെ കണ്ണെത്തും ദൂരത്തുള്ള ഒരാൾ പോലും രണ്ട് സൈഡിലും റോഡ് ക്രോസ് ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു 2-3 മാസക്കാലം കമ്പൾസറി ആയിട്ട് കൊണ്ടുവരികയും ക്യാമറ വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് കൂടി ചെയ്തുകൊണ്ടല്ല രാജേഷ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടാൽ പരാജയപ്പെടും. വീണ്ടും ഈ നിർമ്മാണ കമ്പനിക്ക് പൈസ കിട്ടും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. തിരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമാന്തരമായി ചെയ്യേണ്ടത്, ഈസ്റ്റ് ഫോർട്ടിലുള്ളത് വളരെ വീതിയിലുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അണ്ടർ പാസ് വഴി പോകാം. നമുക്ക് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് അണ്ടറിൽ ഇറങ്ങാം, അടിയിൽ കൂടെ പോയിട്ട് അടുത്ത സൈഡിൽ കയറാം. അണ്ടർ പാസും ആലോചിക്കാം. എല്ലാ സ്കൈവേ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ലൈറ്റ് ഇട്ടാൽ മതി. അണ്ടർ പാസും ആലോചിക്കാം. നന്നായിട്ട് ലൈറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കുറച്ച് വീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അവിടെ കൊള്ളത്തരമൊന്നും നടക്കത്തൊന്നുമില്ല. കോഴിക്കോട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അണ്ടർ പാസ് ആലോചിക്കാം. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അണ്ടർ പാസ് ആലോചിക്കാം, സ്കൈവേ ആലോചിക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു എഡ്യൂക്കേഷൻ കൂടി കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുത്തില്ലെങ്കിൽ, മുതിർന്നവർക്ക് സൈൻ ബോർഡ്, ഞാനീ പറഞ്ഞ വാർഡനെ വയ്ക്കുക, അനൗൺസ്മെൻറ്റ് കൃത്യമായി ഈസ്റ്റ് ബോർഡിലൊക്കെ അനൗൺസ്മെൻറ്റ് പോകേണ്ടതാണ് കോർപ്പറേഷൻ്റെ. ഇതിങ്ങനെ ഒരു സംവിധാനമുണ്ട്, അതിനകത്ത് മാത്രമേ കയറി നടക്കാവൂ, നിർബന്ധമാണ്, അത് നിയമമാണ് എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞാൽ ഒരു തലമുറ, ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിലേക്ക് വരും. അങ്ങനെ ഒരു പരിപാടി കോർപ്പറേഷൻ തയ്യാറാക്കുകയോ, അങ്ങനെ ഏത് പദ്ധതി തയ്യാറാക്കിയാലും കേരള സമൂഹത്തിൻ്റെ, തിരുവനന്തപുരം ജനതയുടെ മനോഭാവവും ആറ്റിറ്റ്യൂഡും അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞു ശ്രീ രാജേഷ് അവസാനിപ്പിക്കാം, മേയർ അവസാനിപ്പിക്കാം. ഞാൻ ധാരാളം ക്ലാസ്സുകൾ എടുക്കുകയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ധാരാളം റിപ്പോർട്ടുകളും പ്രോജക്റ്റ് റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുകയും സെമിനാറുകളും ഗ്രാമസഭകളും വാർഡ് സഭകളും ഒക്കെ ഉദ്ഘാടനം ചെയ്യാനും പ്രഭാഷണം നടത്താനും ഒക്കെ ഒരു കാലഘട്ടം കേരളത്തിൽ മുഴുവൻ പോയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ. ഞാൻ ഒരു എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം, ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ, പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അറിയണമെങ്കിൽ കല്യാണത്തിന് പോയാൽ മതി. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ എത്ര വലിയ ആടയാഭരണം ഇട്ടിട്ടുള്ളവരും വലിയ സൗന്ദര്യത്തോടുകൂടി സൗന്ദര്യബോധത്തോടുകൂടി ഒരുങ്ങി വരുന്ന സ്ത്രീകളും വലിയ ജുബ്ബയും കൂടിയ ജുബ്ബയൊക്കെ ഇട്ടിരിക്കുന്ന കറാൽക്കടയിലെ മുണ്ടും ജുബ്ബയും വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന വലിയ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രം ധരിച്ചിട്ടുള്ളവരും വിവാഹം കഴിഞ്ഞാൽ, ഒന്നുകിൽ വിവാഹത്തിന് മുമ്പെയാണ് ഭക്ഷണമെങ്കിൽ ഓക്കെ, താലികെട്ടിന് മുമ്പാണെങ്കിലും വിവാഹം കഴിഞ്ഞാലും തിരക്കില്ലെങ്കിലും ഒരു മൈനോറിറ്റിയെ കൈ കഴുകത്തുള്ളൂ. മെജോറിറ്റിയും കൈ കഴുകാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ ചെറിയ വ്യത്യാസം വന്നെങ്കിലും കോവിഡ് പോയി, നമ്മൾ അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുപോയി. ഇത് മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അങ്ങനല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്കൊരു പൗര വിദ്യാഭ്യാസവും ഒരു പബ്ലിക് അസറ്റ് പ്രൊട്ടക്ഷൻ സേന തന്നെ, ഒരു പൊതുസ്വത്ത് സംരക്ഷണ സേനയെയും ഒരു സിവിക് സെൻസ് സേനയെയും ഉണ്ടാക്കാൻ ഉള്ള പൗരധർമ്മ വിദ്യാഭ്യാസം ഇതിൻ്റെ ഭാഗമായി നടന്നാൽ താങ്കളുടെ പ്രോജക്റ്റ് മനോഹരവും അടിപൊളിയുമായിരിക്കും.